സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ സീരിയസ് ആയിട്ട് മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് IEM ഇയർഫോൺസ്, അതായത് ഇൻ ഇയർ മോണിറ്ററിംഗ് ഇയർഫോൺസ്. സോ IEM ഇയർഫോൺസ് തന്നെ നമുക്ക് പല പ്രൈസ് പോയിന്റിലായിട്ട് അവൈലബിൾ ആണ്. സോ 2000 രൂപ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ നല്ലൊരു IEM നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും KZ കാസ്റ്റർ പ്രോ എന്ന് പറയുന്ന IEM ഇയർഫോൺസ്. സോ ഇതിൻ്റെ തന്നെ ഇംപ്രൂവ്ഡ് ബാസ് എഡിഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ ഇയർഫോൺസ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഉള്ളിലായിട്ട് KZ കാസ്റ്റർ പ്രോ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഓക്സിജൻ ഫ്രീ കേബിൾസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ സിലിക്കൺ ഇയർ ടിപ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ടൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഡോക്യുമെൻറ്റ്സും ലഭിക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ ഇയർബഡ്സും കേബിളും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് വളരെ ഈസിയാണ്. ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മുടെ കേബിളിൽ വരുന്ന പിൻ കണക്ടേഴ്സ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മുടെ ഇയർബഡ്സിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈസിയാണ്. ഇനി നമ്മുടെ ഇയർഫോൺസ് കയ്യിലേക്ക് എടുക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഫീൽ ആവുന്ന കാര്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ഫീലും കിട്ടുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇയർബഡ്സിലേക്ക് വരുവാണെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഇന്നർ ടൈപ്പ് ഇയർബഡ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നത് സിങ്ക് അലോ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ കാസ്റ്റർ പ്രോ എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റും. തീർച്ചയായിട്ടും നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ട്യൂണിംഗ് സ്വിച്ചസ് കാണാൻ പറ്റും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി നമ്മുടെ കേബിളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ആണ് ഫോളോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള കേബിളാണ്, ടാങ്കിൾ ഫ്രീ കേബിളാണ്. ഒപ്പം തന്നെ ഇൻലൈൻ ആയിട്ട് ഇവിടെ നമുക്ക് മൈക്രോഫോൺ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഫംഗ്ഷൻ ബട്ടണും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെൻഡിലായിട്ട് നമുക്ക് 3.5mm മെയിൽ കണക്ടറും കാണാൻ സാധിക്കും. ഇനി കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ട് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ 10mm ഡുവൽ ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഒരു ഡ്രൈവർ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബേസ് ഹാൻഡിൽ ചെയ്യുന്നു, മറ്റേ ഡ്രൈവർ മിഡ് ആൻഡ് ഹൈ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ 16 to 22 ohmസിൻ്റെ ഇംപിഡൻസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ നമുക്കിവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇംപ്രൂവ്ഡ് ബാസ് എഡിഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇയർബഡ്സിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ആയിട്ട് ട്യൂണിംഗ് സ്വിച്ചസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ഇയർഫോൺ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ട്യൂണിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ യൂസർ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് മൊത്തത്തിൽ 4 ട്യൂണിംഗ് സ്വിച്ചുകളാണ് വരുന്നത്. ഒന്നാമത്തെ ട്യൂണിംഗ് സ്വിച്ച് മാത്രം നമ്മൾ ഓണാക്കുവാണെങ്കിൽ ലോ ഫ്രീക്വൻസി ലെവൽ 1ലേക്ക് പോകും. ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ സ്വിച്ച് മാത്രം നമ്മൾ ഓണാക്കുവാണെങ്കിൽ ലോ ഫ്രീക്വൻസി ലെവൽ 2ലേക്ക് പോകും. ഇനി മൂന്നാമത്തെ സ്വിച്ച് മാത്രം നമ്മൾ ഓണാക്കുവാണെങ്കിൽ മിഡ് ആൻഡ് ഹൈ ഫ്രീക്വൻസി ലെവൽ 1ലേക്ക് പോകും. ഇനി നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ സ്വിച്ചുകൾ മാത്രം ഓണാക്കുവാണെങ്കിൽ മിഡ് ആൻഡ് ഹൈ ഫ്രീക്വൻസി ലെവൽ 2ലേക്ക് പോകും. ഇനി എല്ലാ ട്യൂണിംഗ് സ്വിച്ചുകളും നമ്മൾ ഓണാക്കി ഇടുവാണെങ്കിൽ എല്ലാ ഫ്രീക്വൻസിയും മാക്സിമം ലെവലിലേക്ക് പോകും. ഇനി മികച്ച കോൾ ക്വാളിറ്റിക്ക് വേണ്ടി നമുക്ക് ഇതിനകത്ത് ഇൻലൈൻ മൈക്രോഫോൺസ് വരുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫംഗ്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ഹെഡ്ഫോൺ ജാക്ക് വരുന്ന ഏതൊരു ഡിവൈസിലും നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഡാക്ക് മേടിച്ചാൽ മാത്രം മതി. അതുപോലെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 1849 രൂപയാണ്. ദി ഓഡിയോ സ്റ്റോർ.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തേക്കാം. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.